ഹായ്, നമ്മളിന്ന് കർണാടകത്തിലേക്കാണ് പോകുന്നത്. കർണാടക HD കോട്ടയിലുള്ള ബൈരക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അത് ബൈക്കിൽ 50 രൂപ കൊടുത്താൽ മരക്കടവിൽ നിന്ന് കടത്ത് തോണിയിൽ ബൈക്ക് കർണാടകത്തിലേക്ക് കൊണ്ടുപോകാം. ആ ഒരു കാഴ്ചയും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ മരക്കടവിലുള്ള ഡിപ്പോ കടവിലെത്തി. ഇവിടെ നിന്നാണ് മോട്ടോർ സൈക്കിളൊക്കെ വെള്ളത്തിൽ കയറ്റി മറുകരയിലേക്ക് പോകുന്നത്. ആ ഭാഗം കർണാടക. ഈ ഭാഗത്തുനിന്നൊരു മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ മറുകരയിൽ കാണുന്നത്. അവിടുന്ന് 2 മോട്ടോർ സൈക്കിൾ ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. ഒരു മോട്ടോർ സൈക്കിൾ അവിടെ നിർത്തി വെച്ചിരിക്കുന്നുണ്ട്. ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് കബനി നദിയാണ്. 2 മോട്ടോർ സൈക്കിളും വെള്ളത്തിൽ കയറ്റിയിട്ടുണ്ട്. രാവിലെ 10 മണി സമയത്താണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ ഇപ്പം സജീവമായിട്ട് ആൾക്കാരൊന്നുമില്ല. കടവിൽ ഒരു ചെറിയൊരു കടയുണ്ട് അവിടെ. ആ ഭാഗത്ത് മച്ചൂർ എന്ന് പറഞ്ഞ ടൗണിലെത്തുക. ടൗൺ ഉണ്ടോ? ടൗൺ അല്ലേ? മച്ചൂരിലെത്തൂല. ഇവിടുന്ന് കുറേ ദൂരം പോണോ? മാനന്തവാടി മൈസൂർ റോഡ്. ആ, ഇവിടുന്ന് എത്ര പൈസ അങ്ങോട്ട് കടവിലേക്ക് കൊണ്ടുപോയാൽ വണ്ടി കൊണ്ടുപോയാൽ? ആ 50 രൂപ. 100 അല്ല? 2 ആൾക്കും പോകാം. ആ ഓക്കെ, ശരി. അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് 2 മോട്ടോർ സൈക്കിളും കൊണ്ട് തോണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു വള്ളത്തിൽ മരപ്പലക വെച്ചിട്ടാണ് വണ്ടി കയറ്റി കൊണ്ടുവരുന്നത്. ഒരു സൈഡിലേക്ക് 50 രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ 1 സൈഡിലേക്ക് 50, തിരിച്ചു 50. പോയി വരാൻ 100 രൂപ ചിലവ് വരും.
രണ്ടാമത്തെ മോട്ടോർ സൈക്കിളും പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ വള്ളം കറക്റ്റ് അവർ ഇവിടെ കൊണ്ടുപോയി നിർത്തി. ഞങ്ങൾ വന്ന ബുള്ളറ്റ് ഷംസൂക്ക വള്ളത്തിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വണ്ടി അപ്പുറം ഇപ്പുറം എല്ലാം കൊണ്ടുപോകാൻ ഉണ്ടാവുക? സ്ഥിരമായിട്ടുണ്ടല്ലേ? ആദ്യം പൈസ കുറവായിരുന്നോ? ആദ്യം 40 രൂപ, ഇപ്പം 50 രൂപയായില്ല. ജീവിത നൗക ആരും ഇവിടെ വെക്കണം. അതെ, നമ്മളങ്ങനെ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് കർണാടകത്തിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്താ? ശിവരാജ്. ഒരാളേ ഉള്ളൂ? നിലീവ. അപ്പോൾ 2 വണ്ടി 3 വണ്ടിയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കൂ, കുഴപ്പമില്ല. ഇനി രാത്രി വരെ ഉണ്ടാവും ഇവിടെ? എത്ര മണി വരെ ഉണ്ടാവും? രാവിലെ എത്ര മണി മുതൽ? രാവിലെ 6:30 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാവും. ഈ ഭാഗത്ത് ഇതുണ്ടാ, വൈൻ ഷാപ്പ് ഉണ്ടാ? വേറെ എവിടെയുള്ള? പെരിക്കല്ലൂർ. പെരിക്കല്ലൂർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടാ? 3 കിലോമീറ്റർ വേണം. കർണാടകത്തിൽ തന്നെ. മറ്റേ അവിടെ ഉണ്ടല്ല, HD കോട്ടേൻ്റെ ഇതിലുള്ള? HD കോട്ട ഡിസ്ട്രിക്റ്റാ? ആ, ഓക്കെ. നമ്മളിപ്പം കബനി നദീൻ്റെ ഒത്ത നടുവിലുള്ളല്ലേ? നല്ല ആഴയുണ്ടാ? ആഴയുണ്ടല്ലേ? 20 അടി താഴ്ച ഉണ്ടാവും നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്തിൽ. കർണാടക ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ ഭാഗത്ത് ഇട്ടവഞ്ചി ഉണ്ട് ഇവിടെ അല്ലേ? അതെങ്ങനെയാണ് അതിന് ചാർജ് ഈടാക്കുന്നത്? ആ, സ്വന്തം ആവശ്യത്തിന്. ആ ഹാ. ഇത് കയറുങ്ങൾ കെട്ടിയതാ? ആ, കയറ് പിടിച്ചിങ്ങ് പോരും അല്ലേ? ആ ഹാ ഹാ. ഇവർ കറക്റ്റായിട്ട് നമ്മൾ വണ്ടി ഇറങ്ങി പോകാൻ കണക്കായിട്ട് തന്നെ വെക്കുന്നുണ്ട് പലക. കറക്റ്റ് ഇതാ ഇവിടെ വന്ന് കെട്ടിയവർ. ഈ ഭാഗത്ത് ഞങ്ങൾ അങ്ങനെ എത്തി. 50 രൂപയാണ് അവർ ചാർജ് മേടിക്കുന്നത്. ആ ആ, അങ്ങനെ ഇതിലൂടെ തന്നെ കയറി പോയിട്ട്. ആ ഹാ ഹാ. ആ, ഈ ഭാഗത്ത് നല്ല 2 സൈഡും നല്ല കയറ്റങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ കടവിലേക്ക് ഇറങ്ങി വന്നത് വലിയൊരു കയറ്റമാണ് ഇറങ്ങി വന്നത്. കർണാടക ഭാഗത്ത് എത്തി നോക്കുമ്പോൾ വലിയൊരു കയറ്റം കയറിയിട്ട് വേണം നമ്മൾ മുൻപോട്ട് പോവാൻ. വലിയൊരാളും ഒന്നുമില്ല ഈ സമയത്ത്. വൈകുന്നേരങ്ങളിൽ നല്ല ആളുണ്ടാവില്ല. ആ ഭാഗത്തുനിന്ന് ഓണടിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്.
കർണാടക ഭാഗത്ത് നമ്മൾ എത്തിയെടുത്ത് ഫസ്റ്റ് കാണുന്നത് ഒരു ഏറുമാടാണ്, ചെറിയൊരു ഏറുമാടം. ഒരുപാട് കൃഷിസ്ഥലമാണ് കാണുന്നത്, നെൽവയലുകൾ. കർണാടക രജിസ്ട്രേഷനുള്ള ചെറിയൊരു ജീറ്റോൻ്റെ വേന വരുന്നുണ്ട്. ഇവിടെ ആൻസും പാൻപരാഗെല്ലാം സുലഭമായിരിക്കും അല്ലേ? ഇവിടെ എല്ലാ കടയിലും കിട്ടുന്നല്ലേ ഈ ആൻസ് പാൻപരാഗെല്ലാം? എല്ലായിടത്തിനും കിട്ടും. പൈസ കുറവല്ല? നിങ്ങള് അങ്ങ് കേരളത്തിലാ? പാലക്കാടാ? ഇപ്പം പിടിയാ താമസം? നിങ്ങളെ പേരെന്താ? അബ്ദുള്ള. നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? ഇവിടെ എന്താ പറയാ? മച്ചൂര്. മച്ചൂര് എന്നാ ഇനി പറയാ? അതെ അതെ, നമ്മളെ സ്പോഞ്ചിൽ ചായ അല്ല? പാൻപരാഗ് പോലത്തെ ലഹരി വസ്തുക്കൾ ഇവിടെ യഥേഷ്ടം ലഭിക്കുന്ന സ്ഥലം തന്നെയാണ് കർണാടക. ഇവിടെ കേരളത്തിലില്ലാതെ നിരോധിച്ചല്ലോ. 20 രൂപ. അത് ഇതോ അതിൻ്റെ അപ്പുറമുള്ള 10. ഇത് ഇവിടെ കുഴപ്പമൊന്നുമില്ല, വിൽക്കാം. ആ കർണാടകത്തില്ല, കേരളത്തിൽ പറ്റൂല. അപ്പം കേരളത്തിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നാൽ ഇതാ കൂടുതൽ വാങ്ങി പോവുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഇത് കൂടുതൽ വാങ്ങുക? ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കാൻ കൊണ്ടുപോകും ഇതിന്. നിങ്ങൾ ശരിക്കും മലയാളിയാണോ അല്ലെങ്കിൽ കർണാടക? കർണാടക. മലയാളം അറിയാം? നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടി മൈസൂർ റോഡാണ്. ഈ ഭാഗത്ത് മൈസൂർ, ഈ ഭാഗത്ത് മാനന്തവാടി. ഇവിടെ തന്നെ വൈരക്കുപ്പ എന്ന് പറയുന്ന ഒരു വലിയൊരു ടൗൺ ഉണ്ട്. നമ്മളിനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതെല്ലാം HD കോട്ട എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇവിടെ ഇഷ്ടം പോലെ ഏറുമാടങ്ങൾ കാണുന്നുണ്ട് കേട്ടാ. എന്താ നമ്മളെ ഇപ്പം കാണുന്നൊരു ഏറുമാടാണ്. ഇതാ കുറച്ച് ദൂരോട്ട് വേറൊരു മരത്തിൻ്റെ മുകളിൽ ഏറുമാടം കാണുന്നുണ്ട്. ചെറിയൊരു വീടുണ്ട് കേട്ടോ അവിടെ, ചെറിയൊരു ഫാമിലി താമസിക്കുന്നത്. മരവും ലോഡ് വരുന്നുണ്ട്. നമ്മളെ നേരത്തെ കണ്ട വണ്ടിയിൽ
നമ്മളെ കേരളത്തിലേക്ക് പോകുന്ന പച്ചക്കറി വണ്ടിയിൽ നിന്ന് തക്കാളി ചാക്ക് പൊട്ടി വീണ്. തക്കാളി ഇത് മറിഞ്ഞതാന്ന് തോന്നുന്നു കേട്ടോ. റോട്ടിനെ വന്ന് പെറുക്കുന്നുണ്ട്. ഇനി പെറുക്കി കൊടുക്കും. ഉപകാരം ചെയ്യടാ. നമ്മളെ പണിയല്ല. ഒരുപാട് ദൂരം നമ്മൾ താർത്ത റോട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചതിന് ശേഷം നമ്മൾ ഒരു മൺപാത കണ്ട് അതിലൊന്ന് കയറി. എവിടെ എത്തും എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. കുറേ വീടുകളൊക്കെ അങ്ങ് കാണുന്നുണ്ട്. നമ്മൾ ഏതായാലും ചെന്ന് നോക്കുക. ഫോറസ്റ്റിൻ്റെ ഏരിയയിലൊക്കെ റോഡാണ് റോഡിനാരി. ഇയാളോട് ചോദിച്ചേക്കണ നമ്മളങ്ങനെ ബൈരക്കുപ്പയിലെത്തി. ബൈരക്കുപ്പയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കട്ലു ഇനത്തിൽപ്പെട്ട മീനാണ് ഇവിടുന്ന് വിൽക്കുന്നത്. കിലോ 180 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. പോയ മീനാ? ആ ഹാ ഹാ ഓക്കെ ശരി. നമസ്തേ. നമ്മളിപ്പം ബൈരക്കുപ്പ കടവിലെത്തി. ഒരുപാട് ആൾക്കാർ തോണിയിൽ കർണാടകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബൈരക്കുപ്പയിലെ JK ബാർ ആൻഡ് റെസ്റ്റോറൻ്റാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കടവ് തന്നെയാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് കടത്തിൻ്റെ സമയം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ തോണിയിൽ ഇറങ്ങി വരുന്ന ഭൂരിപക്ഷം പേരും ഇവിടെ മദ്യപിക്കാനാണ് വരുന്നത്. ನಿದ್ರ ಮಾಡುದು ഇവിടെ 50 രൂപ മുതൽ 3200 രൂപ വരെയുള്ള മദ്യം ഇവിടെ വിൽക്കുന്നുണ്ട്. എത്ര പൈസ അന്ന് 120 രൂപ. പണിയുമില്ല ഒന്നുമില്ല. 120 രൂപ കള്ളു പിടിക്കുന്നേ. പണിയില്ലല്ലോ. പണിയില്ല, കള്ളു കുടിക്കാൻ ഇവിടെ വരും. ആ എല്ലാം വിൽക്കൂ. സ്ഥലം വീടൊക്കെ വിൽക്കുന്നുണ്ട്. കള്ളു കുടിക്കുക. ചാര അല്ല, ഇത് മൂലവെട്ടിയല്ലേ? ഇത് മൂലവെട്ടി 50 രൂപ. പിന്നെ കപ്പ അതങ്ങനെ അറിഞ്ഞു. അതവിടെ ഞാൻ ചോദിച്ചു.
50 രൂപ. കപ്പക്കോ? കപ്പക്ക് ചോദിച്ചോ. എല്ലാം കൂടി 100 രൂപയ്ക്ക് കുശാലായി. 5 രൂപ തോണിക്ക് കൊടുത്തിട്ട് അപ്പുറം പോവും. 5 5 10. അതിന് മൂന്ന് ആൻസ് അങ്ങ് വാങ്ങിയിട്ട് അവിടെ വിൽക്കുകയും ചെയ്യാലോ. എവിടാ? ഇക്കരയാ? കർണാടക. ഗുണ്ടൽപേട്ട കർണാടക. ഗുണ്ടൽപേട്ടയാ? എന്റെ പേര് സുരേന്ദ്രൻ. ഗുണ്ടൽപേട്ട സ്വദേശം. പണി ബൈരക്കുപ്പ. ദിവസം വരും, ഇവിടുന്ന് എങ്ങനെ അടിച്ചു പോകും. ഇപ്പൊ രാവിലെ ചായ കുടിക്കാൻ വന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ഇവിടെ വരും, അന്നേരത്തും അടിക്കും. വൈകുന്നേരം ചായ കുടിക്കാൻ വരും, അന്നേരത്തും അടിക്കും. ഭക്ഷണം 3 നേരം വിടുന്നത്. തടിയൊന്നും പോയിട്ടില്ല, നല്ല ഉഷാറാ. പിന്നെ പൈസ ഇല്ല, കൂലില്ല, പണിയില്ല. നിങ്ങളടുത്ത് പഠിക്കണം, ഞങ്ങളടുത്ത് പഠിക്കണം. നമുക്ക് പൈസ ഇല്ല, ഒന്നുമില്ല. നമുക്ക് പൈസ അടിക്കണം, പൈസ നിങ്ങൾ തരണം. പണി വേണ്ടേ? പണിയില്ല. നമ്മളെ മക്കൾ പോറ്റണ്ടേ? തിന്നാ പോറാ, കുടിച്ചാ പോറ, മക്കൾ പോറ്റണ്ടേ? പണിയില്ല കണ്ട് നിങ്ങളായി പോയി. നമ്മളെ പാവപ്പെട്ടവരെ ചെയ്യാൻ പറ്റും. ഒന്നുമില്ലായി പോയി. ഗവൺമെന്റ് കൊടുക്കുന്നത്, ഗവൺമെന്റ് എവിടെ കൊടുക്കുന്നത്? ഗവൺമെന്റ് കഴിക്ക് കപ്പ കഴിക്ക്. റോഡെന്താ ഇത് പൊറ്റ പൊളിഞ്ഞു പോയത്? കേരള കർണാടക അതിർത്തിയിലെത്താറായി നമ്മൾ. നമ്മളങ്ങനെ ബാബലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കേരളത്തിലേക്ക് കടക്കാറായി. അങ്ങനെ നമ്മൾ കേരളത്തിലെത്തി. ഇവിടെ
നമ്മളങ്ങനെ മാനന്തവാടി എത്തി. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കിലോന് 60 നാട്ടിൽ കിട്ടും.